ഹായ് ഫ്രണ്ട്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ഒരു അവൽ വിളയിച്ചാലോ? അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പോകാം റെസിപ്പിയിലേക്ക്. അതിനുവേണ്ടി കുറച്ച് അവൽ എടുത്തിട്ടുണ്ട്. ഇത് ഒരു 1/2 കിലോ ഇല്ല, 1/2 കിലോയുടെ അടുത്തുണ്ട്. ഞാൻ എല്ലാം എടുത്തിട്ടില്ല. ഇതൊരു 250 ഗ്രാമിൽ കൂടുതലുണ്ട് ഈ അവൽ. കുറച്ച് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ശർക്കര എടുത്തിട്ടുണ്ട്, ഇതൊരു 200 ഗ്രാമിന് അടുത്തുണ്ട്. കുറച്ച് പൊട്ടുകടല എടുത്തിട്ടുണ്ട്. കാഷ്യൂ എടുത്തിട്ടുണ്ട്. റേസിൻസ് എടുത്തിട്ടുണ്ട്. ഇത് ഞാനൊന്ന് ക്ലീൻ ചെയ്തൊന്ന് കഴുകി ടിഷ്യൂ പേപ്പറിൽ വെച്ചിരിക്കുകയാണ്, ഇതിൻ്റെ വെള്ളം ഒന്ന് പോകാൻ വേണ്ടി. മുന്തിരി എടുക്കുമ്പോൾ എപ്പോഴും കഴുകി വേണം എടുക്കാൻ, അതിലെ പൊടി അഴുക്കുമൊക്കെ കാണുമേ. ശർക്കര ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. ഇനി ഈ കാഷ്യൂ ഒക്കെ നെയ്യിലൊന്ന് വറുത്തെടുക്കാമേ. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എടുത്തിരിക്കുന്നത് മിൽമയുടെ നെയ്യാണ്. ഇനി ഇതിലേക്ക് ഈ കാഷ്യൂ ഇട്ട് കൊടുക്കാമേ. ഇനി ഈ പൊട്ടുകടല അതും കൂടി ഇട്ട് കൊടുക്കുവാണ്. ഇതിപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്നിച്ചങ്ങ് വറുത്തെടുക്കുകയാണ്. അതും കൂടി ഇട്ട് കൊടുക്കാമേ. ഇതിൽ കറുത്ത എള്ള് ചേർക്കുക. എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. കറുത്ത മുന്തിരി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എൻ്റെ അടുത്ത് അതും ഇല്ലായിരുന്നു, അത് തീർന്നു പോയിരുന്നു. ഇതെല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാമേ. ഇതിലേക്ക് കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഈ തേങ്ങ കൂടി ഇട്ട് കൊടുക്കുവാണ്. തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാമേ. ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഏറ്റവും കുറഞ്ഞ തീയിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ തേങ്ങ കരിഞ്ഞു പോകാനിടയുണ്ട്. ഈ ശർക്കര എല്ലാം നന്നായിട്ട് പാനിയായിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് അരിച്ചെടുക്കുകയാണ്, ഇതിലെ കല്ലും പൊടികളൊക്കെ പോകാൻ വേണ്ടി. തേങ്ങയിലെ വെള്ളമെല്ലാം ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഇതിലേക്ക് ഈ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാമേ. ഇതിപ്പോൾ 1/2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് വറ്റിച്ചെടുക്കാം. വറ്റപ്പാനി അങ്ങ് നൂൽ പരുവത്തിലൊന്നും ആവണ്ട കേട്ടോ, ആ സ്റ്റേജിലേക്കൊന്നും ആവണ്ട. ഇതിലേക്ക് കുറച്ച് ഏലക്ക ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുവാണ്. ഇപ്പം ഇതിലേക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ ഒക്കെ ഇട്ട് കൊടുക്കുവാണ്. കാഷ്യൂ ഒക്കെ ലാസ്റ്റിൽ ചേർത്ത് കൊടുത്താലും മതി, ഞാനിപ്പോൾ അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. ഇനി ഇതിലേക്ക് ഈ അവൽ ചേർത്ത് കൊടുക്കാമേ. ഞാൻ അവൽ അത്ര അങ്ങ് ഡ്രൈ ആക്കി എടുക്കുന്നില്ല. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാമേ. ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഏറ്റവും കുറച്ചിട്ടിരിക്കുകയാണ്. ഞാനിത് കുറച്ചൊരു സോഫ്റ്റായിട്ടാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ശർക്കര അധികം ഞാൻ വറ്റിച്ചെടുത്തിട്ടില്ല. ഇതിൽ കറുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം. എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാമേ. ഇനി ഇതിലേക്ക് മാറ്റാമേ. ഇത് തണുത്തിട്ടില്ല കേട്ടോ, തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആകും. അപ്പോൾ നമ്മുടെ അവൽ വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാൻ. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.